ശരിക്കും റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആണോ? അത് ഏറ്റവും എനിക്ക് തോന്നുന്നു പറയാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ കൃപയാണ്. റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മൾ ഏത് പേഴ്സണെ ചൂസ് ചെയ്യുന്ന പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആണോ അല്ലയോ എന്ന്. മോസ്റ്റ്ലി എല്ലാവരും പറയും റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. പക്ഷെ റിലേഷൻഷിപ്പ് അല്ല കോംപ്ലിക്കേറ്റഡ്, നമ്മൾ ചൂസ് ചെയ്യുന്ന പേഴ്സൺ ആണ് കോംപ്ലിക്കേറ്റഡ്. ഇപ്പം കൃപ പറഞ്ഞു എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരാളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ലൈക്ക് ഞാൻ ചൂസ് ചെയ്യുന്നത്, അത് ഞാനിപ്പോൾ അത് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഞാൻ ആ സെക്ഷനിലോട്ടേ ഇപ്പൊ പോകുന്നില്ല. മേ ബി ചൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും മോശമാണെന്നൊന്നും പറയുന്നില്ല, നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലോയലായിട്ട് ഇരുന്നാൽ മതി, വേറെ ഞാൻ ഒന്നും നോക്കില്ല. ജസ്റ്റ് ലോയലായിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ കൃപയാണെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള സ്റ്റോറി. എപ്പോഴാണ് കൃപയ്ക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത്? ലൈക്ക് ഫസ്റ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് റൈറ്റ് പേഴ്സൺ ഞാൻ ചൂസ് ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു, രണ്ട് സൈഡും കംഫർട്ടബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചൂസ് ചെയ്ത പേഴ്സൺ റോങ് ആയിരുന്നു. ഫസ്റ്റ് എനിക്ക് തോന്നി ഓക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞതാണ് ഞാൻ ചൂസ് ചെയ്ത പേഴ്സണിന്റെ സൈഡാ മിസ്റ്റേക്ക്. സോ അതാ ഞാൻ എടുത്ത റോങ് ഡിസിഷൻ. എത്ര വർഷത്തെ റിലേഷൻ ആയിരുന്നു? 1 year റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. 1 yearൽ എത്രയോ 4 വർഷം മുമ്പ് ആള് വേറെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നല്ലേ? 4 വർഷമായിട്ട് വേറെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ പോലും ഒരു ക്ലൂ ഒന്നും തന്നില്ല? ലൈക്ക് ആളുടെ സൈഡിൽ നിന്ന് ഇതേപോലെ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മനസ്സിലായില്ല ഫസ്റ്റ് ഒന്നും. ലൈക്ക് നോർമലി എനിക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ലോയാലിറ്റിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ആള് നല്ല പോലെ ലോയലായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഒരുപാട് എന്താ പറയാ, അയ്യോ എനിക്ക് ഇല്ല, ഓക്കെ ആണോ? ലൈക്ക് അതിനുശേഷം പിന്നെ ആളുടെ ക്യാരക്ടറിലും ഒക്കെ കുറച്ച് ചേഞ്ചസ് വന്നു തുടങ്ങി. ഞാൻ നോർമലാണെന്ന് വിചാരിച്ചാൽ പിന്നെയാണ് ഇങ്ങനെ ഉള്ളൊരു കാര്യം. അപ്പം ഇപ്പം 4 വർഷമായിട്ട് വേറൊരു കുട്ടിയായിട്ട് റിലേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കുട്ടിക്ക് അറിയുമായിരുന്നോ കൃപയായിട്ടുള്ള റിലേഷൻ? ഇല്ല, ആ ചേച്ചിക്കും അറിയില്ലായിരുന്നു. ഇപ്പോ അറിയോ? ഇപ്പോ അറിയാലോ, ഒബ്വിയസ്ലി. അപ്പൊ ആ കുട്ടി എങ്ങനെയാ? അവര് ഇപ്പോഴും റിലേഷൻ ആണോ? എന്താ കുട്ടി എന്താ? ഞാൻ ആ സൈഡിലോട്ട് ചിന്തിക്കാറില്ല. അവരെന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്, അവരുടെ കാര്യം എന്താണോ എന്ന് ഞാൻ അന്വേഷിക്കാറില്ല. ഞാൻ ജസ്റ്റ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. എനിക്ക് റീഓപ്പൺ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഓക്കെ, അപ്പം ഇപ്പം ആ വ്യക്തി ആ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ വ്യക്തിയുടെ അടുത്ത് ഇപ്പോ ഇവിടെ ഇരിക്കുമ്പോ എന്താ കൃപയ്ക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. ഫസ്റ്റൊക്കെ എനിക്ക് തോന്നിയത് ഈ ബ്രേക്കപ്പ് എന്തോ വലിയൊരു സംഭവമായിട്ടാണ് തോന്നിയത്. ഇത് ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല, മീൻസ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തോന്നിയിരുന്നു. പക്ഷെ ആ ബ്രേക്കപ്പ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. എവിടെ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ഇരുന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇപ്പൊ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞു, ആ സൂയിസൈഡ് ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ആ ഒരു ഇത് കാരണം ലൈഫിൽ പഠിച്ചൊരു ഇതെന്താ? ലൈക്ക് നമ്മൾ ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. ലൈക്ക് നമ്മൾ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. പക്ഷെ നമ്മൾ ഒന്നും വിശ്വസിക്കരുത്. ലൈക്ക് ആരോടും ഓപ്പൺ ബുക്ക് ആവരുത്. നമ്മൾ എന്ത് കാര്യം പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യരുത്. ആ ഒരു കാര്യം ഞാൻ ഇതിന് ശേഷം പഠിച്ച ഒന്നാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ ഫസ്റ്റ് ആയിട്ട് ഈ കാര്യം പഠിച്ചു. ആ സമയത്ത് ആരെങ്കിലും കൂടെ, ഫ്രണ്ട്സ് ആയാലും ആരെങ്കിലും കട്ടയ്ക്ക് കൂടെ നിന്ന്? എൻ്റെ സിസ്റ്റർ ഉണ്ട്. അവളാണ്, മീൻസ് എല്ലാവർക്കും സിസ്റ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ലൈക്ക് എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ സിസ്റ്റർ. അവളെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കും. മീൻസ് എനിക്ക് വിഷമമാണെങ്കിൽ ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കും അവളുടെ മുഖത്ത്, മീൻസ് അവളുടെ അടുത്തേക്ക് പോവുക. അവൾ എന്നോട് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സംസാരിക്കണോ എന്ന് ചോദിക്കും. ലൈക്ക് ഞാൻ എത്രയൊക്കെ ഡ്രാമ കളിച്ച് അവളുടെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാലും ആൾക്ക് കറക്റ്റേ മനസ്സിലാവും നീ ഓക്കെ അല്ല, സംസാരിക്കണം. പിന്നെ എൻ്റെ വേറെ 3 ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ഞാൻ എന്തൊക്കെ കള്ളത്തരം കാണിച്ച് ഇല്ല ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും
അവർ വന്നിട്ട് ഞങ്ങൾക്ക് അറിയാം ഓക്കെ അല്ലാന്ന് എന്താ സംസാരിക്കാവാ പറയെന്ന് പറഞ്ഞ് അവരിരുന്ന് സംസാരിക്കുമ്പോൾ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഇവരൊക്കെയാണ്. അപ്പൊ ഇവരോടൊക്കെ ഷെയർ ചെയ്തിരുന്നോ ഈ കാര്യം? മീൻസ് റിലേഷൻ ഉള്ളത് ഇവർക്കൊക്കെ അറിയാം, പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളത് ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല. എനിക്ക് ആ മൊമെന്റിൽ എന്താ ചെയ്യേണ്ടത്, ആരോടാ ഷെയർ ചെയ്യണ്ടേ ഒന്നും പെട്ടെന്ന് മൈൻഡിൽ വന്നില്ല. അപ്പോൾ ഈ കാര്യം ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല. പെട്ടെന്ന് ഇവരുടെ അടുത്തൊന്നും ഷെയർ ചെയ്തില്ല എന്ന് പറയും. പെട്ടെന്ന് സൂയിസൈഡിലോട്ട് എങ്ങനെ എത്തിയേ? ലൈക്ക് എനിക്ക് അന്നത്തെ മൈൻഡ് എന്താന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ എന്താ പറയാ, ഡിപ്രഷനോ എനിക്ക് എന്താണെന്ന് അറിയില്ല സത്യമായിട്ടും. പെട്ടെന്നൊരു നിമിഷം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരാള് പെട്ടെന്ന്, ഞാൻ വിചാരിക്കാത്ത ആളുടെ ഇങ്ങനൊരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായേ. ഞാൻ ഒരുപാട് പേരെ വിശ്വസിക്കാതെ ഇരുന്നിട്ടുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് നല്ല മെമ്മറീസ് ആണ് ഇതിന് ശേഷം കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇവരുടെ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ ആവുന്നു. പെട്ടെന്ന് എനിക്ക് എന്താ പറയാ, ഇങ്ങനെ കേട്ടപ്പോ ഒട്ടും മൈൻഡ് വിട്ടുപോയി കയ്യിൽ നിന്ന്. ഇപ്പം എത്ര നാളായി ബ്രേക്കപ്പ് ആയിട്ട്? 1 വർഷം. എന്നിട്ട് ഇപ്പോ കംപ്ലീറ്റ്ലി ഓക്കെ ആണോ? കംപ്ലീറ്റ്ലി ഓക്കെ ആണോന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ എപ്പോഴും പാരൻസ് ഉണ്ടാവും, എൻ്റെ പപ്പയും അമ്മയും. പിന്നെ ഓക്കെ അല്ലാത്ത ടൈമാണേലും അവരൊന്ന് ഓക്കെ ആക്കി എടുക്കും. ആദ്യത്തെ വിഷമം ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ആ വിഷമം ഒരു സൈഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. വിഷമം ഇല്ല എന്നല്ല, ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ കൃപ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ആ വ്യക്തി അറിഞ്ഞോ? ആ അതിനുശേഷം ആള് കോണ്ടാക്ട് ചെയ്യാനോ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ലൈക്ക് എനിക്കറിയില്ല, ഞാൻ ഫുള്ളി മീൻസ് സോഷ്യൽ മീഡിയ എന്നൊക്കെ ഭയങ്കര കുറച്ച് നാള് ഓഫായിരുന്നു. ഞാനിങ്ങനെ അന്വേഷിക്കാറൊന്നും ഇല്ല. ഞാൻ പിന്നെ ആ ചാപ്റ്റർ എനിക്ക് വേണ്ട, അത് കഴിഞ്ഞു. അതൊരു മീൻസ് വേസ്റ്റ് പാർട്ടൊന്നും അല്ല, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്കൊരു ലെസൺ കിട്ടി. പിന്നെയും എഗെയിൻ ഒന്നുകൂടെ അത് വേണ്ട.